ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനൊരു അച്ചാർ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നാരങ്ങ ഈന്തപ്പഴം കൊണ്ടുള്ള അച്ചാറാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിനു മുന്നായി ആദ്യമായി നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അച്ചാറിലേക്ക് ഞാനിവിടെ ചെറുനാരങ്ങയാണ് എടുക്കുന്നത്. അത് ഞാൻ കഴുകി വൃത്തിയാക്കി തുടച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഈന്തപ്പഴം കൂടി വേണം. അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ കുറച്ചധികം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഉലുവ, കുറച്ച് കടുക്, 3 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചീനച്ചട്ടി അടുപ്പത്തി വെക്കാം. ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നമുക്ക് ഈ എണ്ണയിലൊന്ന് ചെറുതായൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങയൊക്കെ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമുക്കൊന്ന് ചൂടാറിയ ശേഷം നന്നായി ടിഷ്യൂ വെച്ച് തുടച്ചതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ചീനച്ചട്ടിയിലേക്ക് അച്ചാറുണ്ടാക്കാൻ ആവശ്യമായ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്ക് ഞാൻ അതിലേക്ക് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം. അതുവരെ നമുക്ക് ഇളക്കിയെടുക്കാം. നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായി നമുക്കൊന്ന് ഇളകിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് കുറച്ച് സുറുക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് ഇങ്ങനെ തിളച്ച് വരണം. ഇപ്പോൾ നന്നായി ഒന്ന് ഡ്രൈ ആയി വന്നിട്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം അച്ചാറ് കേടാവാതെ കുറേ നാളൊക്കെ നിൽക്കണമെങ്കിൽ നിങ്ങൾ വെള്ളം ഒഴിക്കാതെ തന്നെ അച്ചാർ ഉണ്ടാക്കുന്നതായിരിക്കും നന്നാവുന്നത്. ഞാനിപ്പോൾ അധികം നാൾ അച്ചാർ സൂക്ഷിക്കുന്നില്ല, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചുണ്ടാക്കുന്നത്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ നാരങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അച്ചാർ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ഇടാനുണ്ട്. ഒരു 1/2 സ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ നാരങ്ങ ഈന്തപ്പഴച്ചാറ് റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. എൻ്റെ ഇവിടെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.